ദൈവം ആത്മാവാവുന്നു. യോഹന്നാൻ 4:24 അത് എഴുതിയിട്ടുണ്ട്. ദൈവം വെളിച്ചവുമാവുന്നു. യോഹന്നാൻ 8:12 അത് എഴുതിയിട്ടുണ്ട്. ഈ വെളിച്ചവും ആത്മാവുമായ ദൈവത്തിന് വചനമുണ്ടായിരുന്നു. അത് യോഹന്നാൻ 1:1 എഴുതിയിട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തിൻ്റെ കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു എഴുതിയിട്ടുണ്ട്. ഈ വചനമാണ് യോഹന്നാൻ 1:14 മാംസമായി തീരുന്നത്. അതാണ് ഞങ്ങളുടെ യേശു ക്രിസ്തു, ഞങ്ങളുടെ കർത്താവ്. ഈ കർത്താവ് മാംസമായി തീർന്നു. ഒരു കന്യകയായ സ്ത്രീയിൽ നിന്ന് ഉണ്ടായ ജന്മമാണ് കർത്താവിൻ്റെ. ഈ കർത്താവിൻ്റെ ജന്മത്തിനെ കുറിച്ച് ഐശയ 7 അധ്യായത്തിലും ഐശയ 53 അധ്യായത്തിലും എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ വെർജിൻ ബർത്ത്, കന്യകയിൽ നിന്ന് വരുന്ന സന്തതി, അത് ആത്മാവുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ആത്മാവിൽ ആയ കാരണം, ദൈവത്തിൻ്റെ കനിവ് കിട്ടിയ കാരണം, അങ്ങനെ ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കന്യകയെ മുഖാന്തരം കുഞ്ഞുങ്ങൾ വരിക. അങ്ങനെയാണ് മാതാവായ മറിയം ഗർഭവതിയായി കർത്താവിനെ ജനിപ്പിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഈ ചോദ്യം വരുന്നുണ്ട്, ദൈവം അങ്ങനെ എന്തുകൊണ്ട് ചെയ്തു? ദൈവത്തിന് വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ലേ വരാൻ? എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ജനസിസ് 6 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി 6 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പുത്രന്മാർ, ദൈവം ആത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരാര? ആത്മാക്കളാണ്. ദൈവത്തിൻ്റെ പുത്രന്മാർ, ആത്മാക്കളായ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാർ, ജഡത്തിലുള്ള മനുഷ്യരുടെ പുത്രിമാരായിട്ട് സംബന്ധം ചേർന്നു. അങ്ങനെയാണ് ഈ മല്ലന്മാരുണ്ടായത്. ഈ മല്ലന്മാർ മരിച്ചു കഴിഞ്ഞിട്ടാണ് അവരുടെ ആത്മാക്കളാണ് ഈവൽ സ്പിരിറ്റ്, ദുഷ്ടാത്മാക്കൾ ആയിട്ട് വന്നത്. അപ്പോൾ ഇതാണ് ചരിത്രം, സ്വർഗത്തിൽ നടന്ന കാര്യങ്ങളുടെ ചരിത്രം.